ഹരേ ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ശ്രീമദ് മഹാഭാഗവതം ധർമ്മശാസ്ത്രങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ശാസ്ത്രീയ മഹത് ഗ്രന്ഥം, 12 സ്കന്ധങ്ങളും 335 അധ്യായങ്ങളും 18,000 ശ്ലോകങ്ങളും ശ്രദ്ധേയമാക്കുന്ന ശ്രീമദ് ഭാഗവതത്തിലെ സൂത ശൗനക സംവാദമാണ് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ചെറിയ ഒരു പിഴവ് ഒന്നാമത്തെ വീഡിയോയിൽ, ശ്രീമദ് ഭാഗവതവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ട്. സൂത ബ്രഹ്മർഷിയോട് ശൗനകാദികളാണ് ചോദ്യം ഉന്നയിക്കുന്നത്. അത് ശ്രദ്ധേയമാം വിധത്തിൽ പറഞ്ഞു വരുന്ന മാത്രയിൽ ചെറിയ ഒരു പിഴവ് വന്നതിൽ ഖേദിക്കണം. അന്നേരം സൂത ശൗനക പ്രശ്നമാണ്. അന്നേരം സൂതനോട് ശൗനകാദികൾ ചോദിക്കണ മാത്രയിൽ നൈമീശാരണ്യമാകണ വിഷ്ണുക്ഷേത്ര സവിതേ. ഈ നൈമീശാരണ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ വ്യക്തമാക്കണം. ആർഷഭാരത സംസ്കാരമാണ്, ഈ ഭാരതഭൂമിയാണ് നൈമീശാരണ്യമായിട്ട് വേദവ്യാസലിഖിതം കൽപ്പിതമാക്കിയിരിക്കുന്നത്. അവിടേക്ക് ആഗതനായിരിക്കണ സൂതബ്രഹ്മർഷി എന്ന് പറയുമ്പോൾ ആത്മാവിൽ നിന്നുള്ള അറിവാണ്, നമ്മുടെ ആത്മാവിൽ നിന്നുള്ള അറിവ്. ശൗനകാദികൾ എന്ന് പറയണത് ഈ ശരീരവും ആ ശരീരത്തിനെ നിയന്ത്രിക്കണ നാഡീവ്യൂഹങ്ങളാണ്. നാഡീവ്യൂഹങ്ങൾക്ക് ബലമില്ലാതെയാകുമ്പോഴാണ്, അല്ലെ ക്ഷയം സംഭവിക്കുമ്പോഴാണ്, അതുപോലെ അതുൾപ്പെട്ടിരിക്കുന്ന കോശങ്ങൾക്ക് നാശം സംഭവിക്കുമ്പോഴാണ്, ദുഃഖങ്ങൾ വരുമ്പോഴാണ് അറിവിലേക്ക് നമ്മൾ തിരിയണത്. എന്തറിവിലേക്ക്? ബ്രഹ്മമെന്നുള്ള അറിവിലേക്ക്. ഞാനെന്നുള്ള ചിന്ത കഴിച്ച്, ഞാൻ എന്നുള്ള ഭാവത്തെ വെടിയുവാനാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ഈ ഞാനെന്നുള്ള ചിന്ത എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? നമ്മൾ പിറവി എടുത്തിരിക്കണ സ്ഥാനം അമ്മയുടെ ഉദരഭാവത്തിൽ നിന്നാണ് എന്നുണ്ടെങ്കിൽ അമ്മയാണോ അതിന് നിയോഗത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ള ചിന്ത്യം. ഇവിടെ അമ്മ എന്നുള്ള ഒരു വിശേഷണം താൽക്കാലികമാണ്, ക്ഷണികമാണ്. അമ്മയുടെ ഉദരത്തിൽ 9 ചില്ലുവാനം മാസങ്ങളാണ് നമ്മൾ വളർന്നിരിക്കുന്നത്. വളർന്ന് പൂർണ്ണമായിട്ടും ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് അച്ഛൻ്റെ പിതാവിൻ്റെ ശരീരത്തിലായിരുന്നു. ആ പിതാവിൻ്റെ ശരീരത്തിൽ എത്തുന്നതിന് മുമ്പ് ധാന്യത്തിലോ ഫലമൂലാദികളിലോ ഏതെങ്കിലും ഒരു ഊർജ കേന്ദ്രത്തിലായിരുന്നു. ഈ ഫലങ്ങൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഒരു വൃക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സസ്യത്തിൽ നിന്ന്. അത് വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? ഭൂമിയിൽ നിന്ന്. അന്നേരം ഭൂമിയിൽ നിന്ന് വന്ന് ഭൂമിയിൽ തന്നെയാണ് നമ്മുടെ ജീവിതം ചെന്നെത്തിച്ചേരുക. 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ. അന്നേരം ഇതിനുള്ളിലാണ് നമ്മൾ ഈ പരാക്രമങ്ങളെല്ലാം നടത്തുന്നത്. അന്നേരം ഞാനെന്ന ഭാവം വെടിയുവാൻ ഉള്ളിലുള്ള നന്മയെ, ആത്മാവിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് നന്മയാണ്, ആ ബോധത്തെ ഉയർത്തിയെടുക്കുക. ഇവിടെ ശൗനകാദികൾക്ക് സൂതബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് അതാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് ശ്രവിക്കുക വഴി നമ്മളിൽ ഉളവായിരിക്കണ ചൈതന്യം
വർദ്ധിപ്പിക്കുകയാണ്. ആ ചൈതന്യത്തെ വർദ്ധിപ്പിക്കുക. എൻ്റെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മളിത് ശ്രവിക്കേണ്ടുന്നത്. ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക്, തത്വങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് സഞ്ചരിക്കുമ്പോൾ ഉളവാകണ ആ പരിപൂർണത മറ്റൊരു സുഖങ്ങളിലും നിങ്ങൾക്ക് ലഭ്യമാകുകയില്ല. സന്തതി സുഖത്തിലോ ദാമ്പത്യ സുഖത്തിലോ അല്ലെങ്കിൽ മയക്കുമരുന്ന് തുടങ്ങിയ അവ ഉപയോഗിക്കുക വഴിയോ അല്ലെ മറ്റ് ബന്ധുമിത്രാദികൾ, സതീർത്ഥ്യന്മാർ തുടങ്ങിയവരുമായിട്ടുള്ള ബന്ധങ്ങൾ മുഖേനയോ ലഭ്യമാകുകയില്ല. പരമാനന്ദമായിരിക്കണ സുഖം എന്ന് പറയുന്നത് ആത്മാവിനെ അറിയുക എന്നുള്ളതാണ്. ഇവിടെ ശ്രീമദ് ഭാഗവതം തുടങ്ങണത് തന്നെ എങ്ങനെയാണ്? ആത്മതത്വത്തെ ഗ്രഹിക്കുവാൻ അത് ഒന്നേ ഉള്ളൂ ശ്രീമദ് ഭാഗവതം. ഇത് ഈശ്വര ഉപാസനാ പദ്ധതികളല്ല. പിന്നെയോ ആത്മതത്വത്തെ, നിന്നിലുള്ള തത്വത്തെ മനസ്സിലാക്കുവാൻ. അതായത് നമ്മുടെ തത്വത്തെ മനസ്സിലാക്കുവാൻ ശരീരം എന്ന് പറഞ്ഞത് ശാശ്വതമായിട്ട്, സ്ഥായിയായിട്ട് അല്ലെങ്കിൽ സ്ഥിരതയായിട്ട് നിലനിൽക്കണ ഒന്നല്ല. സ്ഥിരതയാർന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ആത്മാവാണ്. ആ ആത്മാവിൻ്റെ തത്വത്തെയാണ് നമ്മൾ ഗ്രഹിക്കേണ്ടുന്നത്. കൂട് വിട്ട് കൂട് മാറണത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്രഹം മാറി അടുത്ത ഗ്രഹത്തിൽ പാർക്കണത് പോലെ ജീവനാകുന്ന കിളി, ആ ജീവനാകുന്ന കിളി ഒരു ശരീരം ഉപേക്ഷിച്ച് അടുത്തൊരു ശരീരത്തിലേക്ക് ചേക്കേറുന്നത് പോലെയാണ് കർമ്മങ്ങളെ ശാസ്ത്രം വളരെയധികം വീക്ഷണഗതിയിൽ പകർന്നു നൽകിയിരിക്കുന്നത്. അത്രയധികം പരമാനന്ദം ലഭ്യമാകണതാണ്. പൂർണ്ണമായിട്ടും ഭാഗവത ശാസ്ത്രം ശ്രവിക്കണം അർത്ഥ്യന് അവന് ദുഃഖങ്ങൾ ഒരിക്കലും ഉളവാകുകയില്ല. രോഗങ്ങൾ അവൻ്റെ ശരീരത്തിനെ സ്പർശിക്കുകയില്ല. പിന്നെയോ ധർമ്മത്തിനധീതനായി അവൻ വർദ്ധിക്കുകയുമില്ല. സത്യം പരം ധീമകി യതോ ധർമ്മസ്തോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ ജയം വന്നു ചേരും. അല്ലെങ്കിൽ എവിടെ സത്യമുണ്ടോ അവിടെ വിജയമുളവാകും. ഇത് ഭാഗവതം പറഞ്ഞു തരിക. ഇത് കേട്ട മാത്രയില ശൗനഹാദി മഹർഷിമാർക്ക് ഒരു എത്ര പ്രായമെത്തിയ ശരീരമായിരുന്നാലും അറിവ് ഉളവാകണ മാത്രയിൽ ആ ശരീരത്തിനുളവാകണ ചൈതന്യം, ഒരു എത്ര രോഗാവസ്ഥയിലായിരുന്നാലും മനസ്സുണർന്നു കഴിഞ്ഞാൽ സംശയമില്ല, ശരീരത്തിൻ്റെ മൂല്യത്തിനേക്കാളും വലുതാണ് മനസ്സിൻ്റെ മൂല്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ മനസ്സിൻ്റെ മൂല്യത്തെയാണ് നമ്മൾ ഉയർത്തിയെടുക്കുന്നത്. മനസ്സിൻ്റെ മൂല്യത്തെ ഉയർത്തിയെടുക്കുവാൻ അതൊന്നേ ഉള്ളൂ, ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം മാത്രമേ ഉള്ളൂ. അത് തത്വപരമായിട്ട് നൈമീശാരണ്യമാകുന്ന ഭാരതഭൂമിയിൽ ഈ ശരീരം വന്ന് തുടങ്ങിയ നാൾ മുതൽ മുന്നോട്ടുള്ള യാത്രയിൽ ദുഃഖങ്ങൾ ഉളവാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ മർത്യൻ കൃത്യമായും ഇതിനെ അനുശാസിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ അറിവുകളെ ഗ്രഹിക്കണമെന്ന്. സർവവേദങ്ങളിലും ഉൾക്കൊണ്ടിരിക്കുന്ന തത്വമാണ് ആത്മതത്വം എന്ന് മനസ്സിലാക്കി തരുന്നു ഋഷി പരമ്പര. ആ ഋഷിപ്രോക്തമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം അത് അതിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള മൂല്യങ്ങളിലൂടെയാണ് മുന്നോട്ടങ്ങോട്ട് പ്രയാണം ചെയ്യണത് എന്നുള്ളത് വ്യക്തമാക്കി തരിക.
നല്ല ഒരു ഗുരുവിനെ മാത്രമേ ഉത്തമനായിട്ടുള്ള ഒരു ശിഷ്യനെ വാർത്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അർത്ഥിച്ചു വരുന്നവന് കൊടുക്കേണ്ടുന്നതാണ് ജ്ഞാനം, വഴിയേ പോകുന്നവന് വിളിച്ചു കൊടുക്കേണ്ടുന്നതല്ല. അർത്ഥിച്ച് അറിഞ്ഞ് തനിക്ക് ഇന്നത് ഗ്രഹിക്കണമെന്ന് ഉത്കണ്ഠാകുലനായി വന്നിരിക്കുന്നവന് കൊടുക്കേണ്ടുന്നതാ ജ്ഞാനം. ഇവിടെ ശൗനകാദികൾ അർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ ജീവിതം എടുത്ത് നോക്കിക്കോളൂ. കൗമാരകാലങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ശൈശവം, കൗമാരം, യൗവനം, ആ യൗവന ഭാവത്തിലേക്ക് അങ്ങോട്ട് എത്തുക. യഥേഷ്ടം സ്നേഹം നമുക്ക് ശൈശവത്തിലും കൗമാരത്തിലും ലഭ്യമാകും. യൗവനമാകുമ്പോൾ മിതമാകും. വാർദ്ധക്യത്തിലേക്ക് കിടക്കുമ്പോൾ ഒട്ടും ഇല്ലാതെയാകും. അന്നേരം വരുന്ന വഴിയിലുള്ള മൂല്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. ആ മൂല്യങ്ങളെ മനസ്സിലാക്കിയിട്ട് ഭാഗവതവുമായിട്ടൊന്ന് സന്തുലനം ചെയ്തു നോക്കുക. അന്നേരം അക്ഷരാർത്ഥത്തിൽ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ശാസ്ത്രമാണ്, നമ്മുടെ ജീവശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. ആ അർത്ഥതലത്തെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെയും ഭയക്കേണ്ടുന്നതില്ല, മരണത്തെ പോലും ഭയക്കേണ്ടുന്നതില്ല എന്ന അത്ര പരമാനന്ദം ലഭ്യമാകുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത്. കർമ്മതലങ്ങളിലൂടെ ജീവൻ സഞ്ചരിക്കണ പാതകളെ അതിൻ്റെ ദുഷ്കടമായിട്ടുള്ള കർമ്മതലങ്ങളിൽ നിന്ന് പ്രതിരോധകമായി നിലനിർത്തി ഈ ശരീരത്തിന് ആനന്ദത്തെ ലഭ്യമാക്കുക. അന്നേരം നമ്മുടെ ശരീരത്തിൽ അഴുക്ക് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല, അത് ജലത്താൽ കഴുകിക്കളയുവാൻ സാധിക്കും. പക്ഷെ നേരെ തിരിച്ച് മനസ്സിനൊരാഘാതം ഉണ്ടായി എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു മരുന്നിനാൽ പോലും കഴുകിക്കളയുവാൻ സാധിക്കില്ല. അത് ഭാഗവത ശാസ്ത്രം പറഞ്ഞിരിക്കുക. കാരണം മനസ്സിനെ ഉയർത്തുക എന്നുള്ളതാണ്. അത് ആത്മഭാവത്തിലുള്ള ചൈതന്യത്തിലൂടെ. ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരം വർദ്ധിക്കണമെങ്കിൽ മനസ്സുണ്ടാകണം, മനസ്സ് വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവുണ്ടാകണം. ഇത് മൂന്നും ഒന്നുപോലെ ആകണം. ഇതില്ലാതെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒന്നില്ലാതെയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരുടെ ജീവിതചര്യകൾ നമ്മളെടുത്ത് ഒരു നിമിഷാർദ്ധ നേരം നോക്കിയാൽ മതി. സ്വയമായിട്ട് ആഹാരം, ഭോജനം ചെയ്യുവാനോ അല്ലെങ്കിൽ അതിനെ തയ്യാറാക്കുവാനോ അതുമല്ലെങ്കിൽ മറ്റുള്ളവർക്കത് പകർന്നു നൽകുവാനോ സാധിക്കാതെ ഇരിക്കണ ഒരു വ്യക്തി. അതേപോലെ പ്രപഞ്ചം എന്താണ്, അറിവെന്താണ്, അല്ലെ അച്ഛൻ എന്താണ്, അമ്മ എന്താണ് എന്ന് സ്വയം മനസ്സിലാക്കുവാൻ അല്ലെ വിലയിരുത്തുവാൻ സാധിക്കാത്ത എത്രയോ ജന്മങ്ങൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഇതെല്ലാം ആത്മചൈതന്യമില്ലാത്തതിൻ്റെ പോരായ്മകളാണ്. ആ ആത്മചൈതന്യത്തെ ഉണർത്തുവാൻ, ഇവിടെ ആത്മചൈതന്യമായിട്ട് നിൽക്കണോ ആരാ? അറിവായിട്ട്, ആത്മചൈതന്യത്തിൻ്റെ അറിവായിട്ട്. അന്നേരം ഭഗവാന്റെ അറിവിനെ പകർന്നു നൽകുന്നതാരാ? ഗുരുനാഥന, ആചാര്യ ഭാവം. അതുകൊണ്ടാണ് ആച്ചിനോദിഹി ശാസ്ത്രാണി ആചാരേ സ്ഥാപയത്യപി സ്വയം ആയാചരത് തസ്മത് ഇത് ആചാര്യകഥ്യതേ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആചാരങ്ങളെ സ്ഥാപിക്കുവാനും അതിനെ ശ്രേഷ്ഠതയോട് പരിപാലിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനും സ്വയം ആചരിക്കുവാനും ബോധമായ ജ്ഞാനഭവിതമായ ശരീരകാന്തിയുള്ളവൻ, അങ്ങനെയുള്ളവനാണ് ആചാര്യൻ.
അങ്ങനെയുള്ള ആചാര്യനായിരിക്കണ പരംപുരുഷനായിരിക്കണ ഭഗവാനിൽ നിന്നും ഉളവായിരിക്കണ അറിവാണ് രോമഹർഷസൂതൻ തൻ്റെ കർമ്മതലത്തിലൂടെ ശൗനകാദികളാകണ ശരീരഭാവത്തിലേക്ക് അങ്ങോട്ട് ഒഴുകിയെത്തിക്കുന്നത്. അങ്ങനെ അറിവുളവായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ബോധം ഞാനെന്ന സത്യം എന്താണ്, ആ ഉന്മ എന്താണ് എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ 100% പരംപുരുഷന് തുല്യമായി, തത്വമസി എന്ന പ്രമാണത്തിന് തുല്യമായി. ഇത് ഭാഗവതം ഉപദേശിച്ചു തരികയാണ് സൂത ശൗനക പ്രശ്നത്തിലൂടെ. വേദവ്യാസ ലിഖിതം ഇത് പഴഞ്ചൊല്ലല്ല, കെട്ടുകഥയല്ല. പിന്നെയോ മർത്യജീവന് മുന്നോട്ടുതകുന്ന കർമ്മതലത്തിന് വേണ്ടുന്ന അറിവുകളെ, ജ്ഞാനത്തെ ലഭ്യമാകണതാണ്, ജ്ഞാനപ്രകാശമാണ് ശ്രീമദ് ഭാഗവതം. അല്ല, ഇതൊന്ന് ശ്രവിച്ചു നോക്കുക. ശ്രീമദ് ഭാഗവതം നിത്യം ശ്രവിക്കുന്നവന് 100% അവൻ്റെ ജീവിതത്തിൽ ദുരിതങ്ങൾ ഉളവാകുകയില്ല. പക്ഷെ അതിനെ അങ്ങോട്ട് വെച്ചുകൊണ്ട് യഥേഷ്ടം മര്യാദകേടുകൾ കാണിക്കണ സജ്ജനങ്ങളുണ്ട്, നികൃഷ്ടമായിട്ട് അതിനെ കാണണ വ്യക്തികളുണ്ട്. അതൊരു ഗ്രന്ഥമല്ലേ, പല ഗ്രഹങ്ങളിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കാണുവാൻ സാധിക്കും. പാഠപുസ്തകങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അക്ഷരജ്ഞാനം ഉളവാകണം. അക്ഷരം എന്നുള്ളത് ഒരിക്കലും നശിക്കാത്തത്. അത് അക്ഷരബ്രഹ്മമാണ്, ഈശ്വരതുല്യമാണ്. അന്നേരം ആ ഭാവത്തിൽ ഗ്രഹത്തിൽ ചെന്ന് കഴിയുമ്പോൾ ഭാഗവതം കിടക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രത്യക്ഷ കൃഷ്ണസ്വരൂപ എന്ന പ്രത്യക്ഷ കൃഷ്ണസ്വരൂപനാണ് അക്ഷരബ്രഹ്മ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഭാഗവതമാണ് ആരും ഉപയോഗിക്കാതെ, അതിൻ്റെ സത്വഗുണത്തെ മനസ്സിലാക്കാതെ അതിനെ തള്ളിക്കളഞ്ഞിട്ടിരിക്കുന്നത്. അതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോളം സുഖമായി മറ്റൊന്നുമില്ല. വേദശാസ്ത്രാദി പുരാണങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ ജീവിതത്തിന് 33 കോടി ദേവതകൾ ആർഷഭാരത സംസ്കൃതിയിൽ ഉളവായിരിക്കുന്നതിൻ്റെ തത്വം തന്നെ അതാണ്. ആ ഒരു തത്വഭാവത്താൽ നമുക്ക് 33 കോടി ദൈവതാഭാവങ്ങൾ ഉളവാകുമ്പോൾ ഒരു ഈശ്വരൻ പോരെ എന്നുള്ളൊരു ചിന്തനം നമ്മളിൽ വരും. ശ്രദ്ധിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ എടുത്തു നോക്കിക്കോളൂ. അച്ഛൻ്റെ തലമുറ തൊട്ടുള്ള ഇങ്ങോട്ടുള്ള പിൻതലമുറകൾ, അച്ഛനൊന്നേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാലോ ആ തലമുറയിൽ നിന്ന് അനേക സൃഷ്ടികളാണ് വന്നിരിക്കുന്നത്. അതിന് ബ്രഹ്മം ഒന്നേ ഉള്ളൂ, ഈശ്വരൻ എന്ന ഭാവം ഒന്നേ ഉള്ളൂ. അത് പ്രകൃതിയുമായിട്ട് ലയിക്കുന്ന അവസ്ഥ. അതിനും പരമ പുരുഷനും പ്രകൃതിയും ലയിക്കണ അവസ്ഥ. ഇത് വ്യക്തമാക്കി തരികയാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത്. ശ്രദ്ധയോട് നമ്മൾ ഇതിനെ വീക്ഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാരത സംസ്കൃതി എന്ന് പറയുന്നത് വളരെയധികം മഹോന്നതമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്നേരം നമ്മൾ അടുത്ത വീഡിയോയിലാണ് ബാക്കി ഭാഗങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അന്നേരം ഏവർക്കും നല്ലൊരു ദിനഭാവങ്ങൾ വന്നു ചേരട്ടെ. ലോകാസമസ്ത സർവം സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഹരി ഓം സത്.